കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ഉറക്കി കർത്താവിനോട് സന്തോഷത്തോടെ അതിവേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. കർത്താവ് അടിയുടെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം ഒരു വർഷത്തോട് കർത്താവ് ആഡ് ഓൺ ചെയ്താൽ കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ 31 വർഷം കർത്താവ് നടത്തി, അതിശ്രേഷ്ഠമായി നടത്തിനായി ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഒരു കാര്യം സന്തോഷം. ശുശ്രൂഷയുടെ ബന്ധത്തിൽ കർത്താവ് ഇങ്ങനെ നിർത്തുവാൻ കർത്താവ് ഇടയാക്കിനായ സ്തോത്രം. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. അതൊരു സന്തോഷമുണ്ട്. ഇനിയും മാതാപിതാക്കളായിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ദൈവ സാന്നിധ്യം കുടിയിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കണം. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിന്റെ അസാധാരണമായ കരുതലൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ കൂടിയിരുന്നതിനായി ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ, ദൈവഹിതപ്രകാരം കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള കാര്യങ്ങൾ നടക്കപ്പെടുവാനും ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാനും ഒക്കെ ദൈവത്തിന്റെ ആലോചന പ്രകാരം തന്നെ മുന്നോട്ട് പോകുവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിച്ചുകൊള്ളുന്നു. ഞാനങ്ങനെ പറയുന്നില്ല, വീണ്ടും പോയിട്ടില്ല, പക്ഷെ അവിടെയും ദൈവത്തിന്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നെ താങ്ങിയ ദൈവത്തിന്റെ കരുതൽ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് സ്തോത്രം ചെയ്യാം. അധികം സമയമെടുക്കാതെ മുന്നോട്ടുള്ള കാര്യങ്ങൾ 6-ാം അധ്യായം 13 തൊട്ടുള്ള വാക്യം, 13 തൊട്ട് 17 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചോട്ടെ. എഫിഷ്യൻസ് ചാപ്റ്റർ 6 വേർഡ്സ് 13 to 17 വരെയുള്ള വാക്യം ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചോട്ടെ. സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുകയും നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടുകയും നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുകയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിർത്തുകയും രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുകയും. കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടങ്ങി വെച്ച് ആ സബ്ജക്റ്റ് തന്നെ നമ്മൾ പൂർത്തീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ 2 കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പറഞ്ഞത് സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്നത്, നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വരുന്നത്. അതിൽ ആദ്യത്തെ കാര്യം, നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ തിരിച്ചറിയണം. നമുക്ക് ലോകത്തിലെ ജഡത്തോടല്ല, ആമേൻ, നമുക്ക് എന്തോ ഫൈറ്റ് ഉള്ളത്. ഹല്ലേലൂയ. നമ്മൾ മനുഷ്യനോടല്ല ഫൈറ്റ് ഉള്ളത്, ലോകത്തിലെ ജഡത്തോടല്ല ഫൈറ്റ് ഉള്ളത്, അധികാരികളോടല്ല, പിന്നെയോ അന്ധകാരത്തിന്റെ അവനുമായിട്ടുള്ള ഫൈറ്റാണ് നമ്മൾ സ്പിരിച്വൽ വാർഫെയറിലായിരിക്കുന്നത്. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. ദൈവത്തിൽ നമ്മൾ സ്ട്രോങ് ആയിരിക്കുവാൻ വേണ്ടി ഈ കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ വെയർ ദ ഹോൾ ആർമർ ഓഫ് ഗോഡ്, ഇതിൽ 6 കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ഇന്നത്തെ 6 കാര്യങ്ങൾ ഈ വാക്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എഫിഷ്യൻസ് 6:13 തൊട്ട് 17 വാക്യത്തിൽ നിന്ന് 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ 1-ാമത്തെ കാര്യം പറയുന്നത് ബെൽറ്റ് ഓഫ് ട്രൂത്ത്, നോ ദ വേർഡ്, സ്റ്റാൻഡ് ഓൺ ട്രൂത്ത്. 2-ാമത് പറയുന്നത് ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ്, ലീവ് ഹോളി ആൻഡ് ഗാർഡ് യുവർ ഹാർട്ട്. 3-ാമത് പറയുന്നത് ഷൂസ് ഓഫ് ദി ഗോസ്പൽ ഓഫ് പീസ്, ബി റെഡി ടു സ്റ്റാൻഡ് ആൻഡ് ഷെയർ ദ ഗുഡ് ന്യൂസ്. ആദ്യം പറയുന്നത് സത്യത്തിന്റെ വചനത്തിന് വേണ്ടി നിൽക്കപ്പെടണം എന്നുള്ള കാര്യം അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം, നമ്മുടെ ഹൃദയം പരിശുദ്ധം ഹോളി ആയിരിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം എങ്ങനെ നയിക്കപ്പെടണം? നമ്മുടെ വിശുദ്ധിയിൽ നയിക്കപ്പെടണം. പിന്നെ 2-ാമത് നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഗാർഡ് ചെയ്യണം. ഈ 2 കാര്യങ്ങൾ അവിടെ പറയപ്പെടുന്നുണ്ട്. 3-ാമത്തെ കാര്യം പറയുന്നുണ്ട്, നമ്മൾ എപ്പോഴും റെഡി ആയിരിക്കണം. എന്തിന്? ദൈവത്തിന്റെ വചനത്തെ അറിയിക്കുവാൻ, ഗുഡ് ന്യൂസുകളെ ഷെയർ ചെയ്യുവാൻ വേണ്ടി നമ്മൾ ഏത് നിമിഷം റെഡി ആയിരിക്കണം. ഹല്ലേലൂയ. 4-ാമത്തെ കാര്യം ഷീൽഡ് ഓഫ് ഫെയ്ത്ത്, പ്രൊട്ടക്ട്സ് ഫ്രം ഡൗട്ട്സ്, ഫിയർ ആൻഡ് ലൈസ് ഓഫ് സാറ്റൻ. 4-ാമത്തെ കാര്യം അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, നമ്മളെ
വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. വിശ്വാസം എന്ന ഷീൽഡ് നമ്മൾ ധരിക്കണം. എന്തിന് ധരിക്കണം എന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ ഡൗട്ട്സ്, ഫിയർ, ലൈസിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ ഈ ഷീൽഡിനെ, നമ്മൾ വിശ്വാസം എന്ന ഷീൽഡിനെ നമ്മുടെ ശരീരത്തിൽ ഉറപ്പിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉറപ്പിക്കണം. ഈ ആത്മീയ ജീവിതത്തിൽ ഫെയ്ത്ത് എന്ന ഷീൽഡ് നമ്മൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അന്ധകാര ശക്തിക്കും നമ്മുടെ അകത്തും ഡൗട്ട്സ് കൊണ്ടുവന്ന്, ഫിയർ കൊണ്ടുവന്ന്, ഈ ലൈസ് കൊണ്ടുവന്ന് നമ്മളെ ജയിക്കുവാൻ അന്ധകാരത്തിന് പറ്റുകയില്ല. അഞ്ചാമത്തെ കാര്യം അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ എന്ന രക്ഷയുടെ ശിരസ്. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ഇങ്ങനെ പറയുന്നു, ഗാർഡ്സ് ദ മൈൻഡ് ഫ്രം സ്പിരിച്വൽ അറ്റാക്ക്. നമ്മുടെ മനസ്സിനെ നമ്മൾ ഗാർഡ് ചെയ്യണം, അല്ലെ? നമ്മുടെ ബുദ്ധിയെ നമ്മൾ ഗാർഡ് ചെയ്യണം, അല്ലെ? അപ്പം നമ്മുടെ മൈൻഡിനെ ഗാർഡ് ചെയ്യുന്ന എന്തിനെന്ന് ചോദിച്ചാൽ, സ്പിരിച്വൽ അറ്റാക്കിന് നമ്മുടെ മൈൻഡിനെ നമ്മൾ ഗാർഡ് ചെയ്യണം. ആറാമത്തെ കാര്യം പൗലോസ് പറയുന്നത്, sword of the spirit, word of God, your only offensive weapon, learn to use it. നമ്മുടെ കയ്യിലിരിക്കുന്ന ആയുധം ദൈവത്തിന്റെ ആയുധമാണ്. ഹല്ലേലൂയ. 6 കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് എഫിഷ്യൻസിന്റെ 6-ാം അധ്യായം 13 തൊട്ട് 17 വരെയുള്ള വാക്യത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. ഓരോ വാക്യങ്ങളും നമ്മളത് കേട്ടത്, ഓരോ കാര്യങ്ങളും നമ്മൾ കേട്ടത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ഫൈറ്റിലായിരിക്കുമ്പോൾ തന്നെ, നമ്മൾ ആത്മീയ ജീവിതത്തിൽ പല ബന്ധനങ്ങൾ, പല പ്രയാസങ്ങൾ, പല ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കോണം, ഇത് അന്ധകാരത്തിന്റെ ശക്തി കൊണ്ടുവരുന്ന എന്നുള്ള കാര്യം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരാധിക്കുവാൻ പറ്റുന്നില്ലെങ്കിൽ, പ്രാർത്ഥിക്കുവാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മുടെ മനസ്സിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, കർത്താവിന്റെ സന്നിധിയിൽ വന്നിട്ട് കോൺസെൻട്രേഷൻ വരുന്നില്ലെങ്കിൽ, ഇതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിക്കോണം, എവിടോ നമ്മൾ വീക്കായി പോകുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം എങ്ങനെ അപ്പോസ്തലനായ പൗലോസ് 6 കാര്യത്തിൽ പറയുമ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതം ഹോളി ആയിരിക്കണം എന്ന്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ഹോളി ആയിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ എന്നു പറയുമ്പോൾ ദൈവത്തിന്റെ വചനത്താൽ, ദൈവത്തിന്റെ വചനത്തിൽ അനുസരിച്ച്, നിയമത്തിന് കീഴ്പ്പെട്ട് നമ്മുടെ ജീവിതം ദൈവത്തിന്റെ ആലോചന പ്രകാരം, ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം ഒരു അശുദ്ധിയിൽ നമ്മൾ വസിക്കാതെ വിശുദ്ധിയോട് നമ്മൾ ജീവിക്കുവാൻ ആ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ ഫൈറ്റിലായിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നവരാ. ഹല്ലേലൂയ. ഞാൻ ഉൾപ്പെടെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മളിപ്പോൾ സ്ട്രോങ് ആയിട്ടൊന്ന് മുന്നോട്ട് പോവാമെങ്കിൽ, എന്തെങ്കിലും നമ്മൾ പഠിക്കാൻ ഒരു തീരുമാനം എടുക്കുമെങ്കിൽ അന്നേരം എന്താ പറയും, എന്നാൽ യൂട്യൂബൊക്കെ നോക്കട്ടെ, നമുക്കൊരു 2 മിനിറ്റ് പറയാം. അതായത് മൈൻഡിനെ ബ്ലോക്ക് ചെയ്ത് ഡൈവേർട്ട് ചെയ്യുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. ഇത് കൊണ്ടുവരുന്നത് ആരെ കൊണ്ടുവരുന്നത് അറിയാമോ? പൈശാചിക ശക്തിയെ കൊണ്ടുവരുന്നത്. നമ്മളെ ദൈവമായിട്ട്, അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം നമ്മൾ ദൈവമായിട്ട് നമ്മളെ അടുപ്പിക്കാതിരിക്കുവാനാ അവൻ ശ്രമിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വീണു പോകുവാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. വീണു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഉയരപ്പെടണം. ഹല്ലേലൂയ. നീ എന്നേറ്റ മതിയാകൂ. വീണ് കിടക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം തന്റെ കരങ്ങളെ നീട്ടി നിങ്ങളെ ഉയർപ്പിക്കുവാനും, എവിടെ വീണോ അവിടുന്ന് എന്നെപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ പകല് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട്, എബ്രായ ലേഖനം Hebrew chapter 4 verse 12 വാക്യം ഒന്ന് വായിച്ചാട്ടെ. For the word of God is quick and powerful and sharper than two-edged sword. ഒന്ന് വായിച്ചാട്ടെ വാക്യം. ആമേൻ. പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേറെ വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ആമേൻ. അപ്പോൾ ദൈവത്തിന്റെ വചനം ഏറ്റവും വലിയ സ്വാഡാ, അല്ലെ? ഏറ്റവും വലിയ വാളായത്, അല്ലെ? ഏറ്റവും വലിയ വാൾ എന്ന് പറയുമ്പോൾ ഈ വചനം തന്നെ, അല്ലെ? ഇത് പവർഫുള്ളാ. ഈ ദൈവത്തിന്റെ വചനം എന്ന് പറയുമ്പോൾ ഒരു പവർഫുള്ളാ, അല്ലെ? ഇത് ഷാർപ്പാ. ഹല്ലേലൂയ. ഇത് മനുഷ്യന് ഈ വചനം നമ്മുടെ ഉള്ളിൽ വേണം.
എപ്പോൾ, എങ്ങനെ എന്നു ചോദിച്ചാൽ ശത്രുവിനെ ജയിക്കുവാൻ ഈ വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ വേണം. നമുക്ക് വചനമില്ലെങ്കിൽ നമുക്ക് ഈ ഫൈറ്റിൽ പിടിച്ചു നിൽക്കുവാൻ പറ്റത്തില്ല. വചനത്തിൽ നമ്മൾ ഉറപ്പിക്കുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ഈ വചനം പവർഫുള്ളാണ്. ആരുടെ എതിരായി നമുക്കിത് ഉപയോഗിക്കാം? ശത്രുവിന്റെ എതിരായി നമുക്ക് വചനത്തെ ഉപയോഗിക്കുവാൻ വേണ്ടിയ വചനം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആണോ അല്ലയോ? ഈ വചനത്തിൽ എന്തിനെ നമ്മൾ ഉറപ്പിക്കുവാൻ, എന്തിനാ കർത്താവ്, എന്തിനാ ഈ വചനം പരിശുദ്ധാത്മാവാൽ നിയന്ത്രിക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാർ എന്തിനു എഴുതി വെച്ചെന്ന് ചോദിച്ചാൽ, ഇത് നമുക്ക് കംഫർട്ട് മാത്രമല്ല തരുന്നത്, പിന്നെയോ ഇതൊരു ആയുധമാണ്. കർത്താവ് ശത്രുവിനെ ജയിച്ചത് ദൈവത്തിന്റെ വചനത്താൽ തന്നെയാ. ഹല്ലേലൂയ. വചനമില്ലെങ്കിൽ നമുക്ക് ചിലതിനെ ജയിക്കുവാൻ പറ്റുകയില്ല. വചനം വേണം നമ്മുടെ ജീവിതത്തിൽ. വചനം ഉണ്ടെങ്കിൽ മാത്രമേ ചിലതിനെ ജയിക്കുവാൻ നമുക്കൊരു കൃപ ദൈവം തരികയുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പറയും, എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഇങ്ങനായെങ്കിലും അങ്ങനെയെങ്കിലും എൻ്റെ ഭൗതിക ജീവിതത്തിൽ ഞാൻ വേറെ വ്യത്യസ്തമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആത്മീയ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഭൂമിയിൽ മനുഷ്യനായിരിക്കുന്ന കാലം വരെ അവൻ ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെട്ട് ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ച് അവൻ ജീവിത ശുദ്ധ ഹോളി ലൈഫ് അവൻ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ അന്ത്യത്തോളം വരെ ആമേൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, വിശുദ്ധിയുടെ ജീവിതം ഞാൻ നയിക്കപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ഈ പ്രസന്റ് ടൈമിൽ നമുക്ക് കാണാം ഈ അന്ധകാര ശക്തി എങ്ങനെ എടുത്ത് ഓരോ കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയണം. അന്ധകാര ശക്തിയുടെ ഏറ്റവും വലിയ ആയുധം കള്ളപ്രവചനം. ഹല്ലേലൂയ. എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രവചനങ്ങൾ നടക്കുന്ന പ്രവാചകന്മാരെ എടുത്തു നോക്കുമ്പോൾ, യൂട്യൂബിൽ എടുത്തു നോക്കുമ്പോൾ ആരാധനകളുണ്ട്, പാട്ടുകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, മ്യൂസിക്കുകൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ ചെറിയ സഭകൾ ആർക്കും പോകാൻ താല്പര്യമില്ല. ഇങ്ങനെയുള്ള മ്യൂസിക് നടക്കുന്ന സഭകളിൽ പോകുവാൻ താല്പര്യമുണ്ട്. ഹല്ലേലൂയ. അതിന് നാം ഏറ്റവും വലിയ ആവശ്യമായിട്ടിരിക്കുന്നത് എന്താ അറിയാമോ? ആത്മാവിനെ വിവേചനത്തിന്റെ ആത്മാവിനെ നമ്മൾ ആദ്യം പ്രാപിക്കണം. ഹല്ലേലൂയ. ഏത് ആത്മാവിൽ അവർ ശുശ്രൂഷിക്കുന്നതും, ഏത് ആത്മാവിലെ പ്രവചനം വെളിപ്പെടുത്തുന്നതും, ഏത് ആത്മാവിലെ സംസാരിക്കുന്നു എന്നുള്ള കാര്യം ആദ്യം നമ്മൾ തിരിച്ചറിയണമെന്ന്. അതിനെ ഞാൻ പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ് പറയാത്ത ഒരു കാര്യം നമ്മൾ വിളിച്ചു പറയല്ല. ഹല്ലേലൂയ. പോസ്റ്റിന്റെ ആത്മാവ് നമ്മൾ ധരിക്കാൻ പാടില്ല. ദൈവത്തിന്റെ ആത്മാവിനെ മാത്രമേ നമ്മൾ ധരിക്കുവാൻ പാടുള്ളൂ. പൈശാച ശക്തികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സമയത്തിൽ എന്തോ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യന്റെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിൽ, ദൈവത്തിന്റെ വചനത്തെ മോൾഡ് ചെയ്യുന്ന രീതിയിൽ, മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ പൈശാച ശക്തി മണ്ഡലങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് പകൽ നിന്റെ കയ്യിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ വചനത്താൽ നീ ചിലതിനെ തിരിച്ചറിയണം. ആമേൻ. നിന്റെ മുന്നിൽ നിൽക്കുന്നതിന് ചിലതിനെ തിരിച്ചറിയണം. ഏത് ആത്മാവലാന്ന് ശുശ്രൂഷിക്കുന്നത് തിരിച്ചറിയണം. കാരണം അതിന് സമയം ക്രമീകരിച്ച് സമയം കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ വീഴ്ത്തുവായി പൈശാച ശക്തിയുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. ഒരു കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കർത്താവിന്റെ ശുശ്രൂഷയിലും കർത്താവ് പ്രവചനം എവിടെ വെളിപ്പെടുത്തുന്ന അറിയാമോ? പാപികളെ മാനസാന്തരത്തേക്ക് നയിക്കുവാൻ വേണ്ടിയ യഥാർത്ഥത്തിൽ പ്രവചനവുമായി പ്രവാചകന്മാരെ ദൈവം എണ്ണിപ്പിച്ചിരുന്നത്. മനസ്സിലാക്കിക്കോണം. ഒരു പ്രവാചകൻ വിളിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചത് മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുവാൻ പൈശാച ശക്തി വന്നപ്പോൾ എന്തോ ആദ്യം അവൻ പറഞ്ഞത്, ലോകത്തിലെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാമെന്ന്. ശ്രദ്ധിച്ചോണം. ഈ സ്പിരിച്വൽ വാർഫെയറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ മിസ്ഗൈഡ് ചെയ്യുന്നതും മിസ്ലീഡ് ചെയ്യുന്നതും ആദ്യത്തെ കാര്യം, ഞാൻ ലോകത്തിലെ സകലതും തരാമെന്ന്. അതിന്റെ അർത്ഥം ഞാൻ വീട് തരാം, ഞാൻ പണം തരാം, ഞാൻ എല്ലാം തരാം, ഞാൻ ഫേമസുമാക്കാം, എല്ലാം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അത് പൈശാച ശക്തിക്ക് നമ്മള് കീഴടങ്ങുക.
ഇനി ഇപ്പോൾ നമ്മൾ ഇനി കീഴായി ഫൈറ്റിൽ ഇനി പരാജയപ്പെട്ടു പോകുന്നു. എന്താ കാരണം? നമ്മൾ ഈ ഫൈറ്റിൽ പരാജയപ്പെട്ടു പോകുന്ന കാരണം ദൈവം രക്ഷ എന്ന ഷീൽഡ് അല്ലെങ്കിൽ ആ ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ നമ്മൾ ധരിച്ചിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. ആമേൻ. ഉണ്ടെങ്കിൽ നമ്മൾ പറയും, ഉണ്ടെന്ന് പറയും, പക്ഷെ നമ്മൾ പിന്നെയും പരാജയപ്പെട്ടു പോകും. ഉണ്ടെങ്കിൽ നമ്മൾ വീണു പോകത്തില്ല. വീണു പോകുമോ? ഉണ്ടെങ്കിൽ നമ്മൾ വീണു പോകുമോ? രക്ഷ എന്ന ഹെൽമെറ്റ് നമ്മൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് എന്ന ഷീൽഡ് നമ്മൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു നാളും ശുശ്രൂഷയിലല്ല, നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ വീണു പോകുകയില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്? ആത്മീയ കോലത്തില്, ആത്മീയ ഈ ഒരു സ്പിരിച്വൽ വാർഫെയറില് പണ്ട് നിന്ന ദൈവദാസന്മാര് കുറച്ചു കാലം കഴിയുമ്പോൾ അവർ വീണു പോകുവാനുള്ള കാരണം എന്തെന്നറിയാമോ? ഈ രക്ഷ, ദൈവം എന്ന ക്രിസ്തു എന്ന രക്ഷത്തെ അവർ ധരിച്ചിരുന്നു. പക്ഷെ ഇന്ന് ആ ക്രിസ്തു എന്ന രക്ഷ അവരിന്ന് നഷ്ടപ്പെട്ടുകൊണ്ട്, അപ്പോൾ ക്രിസ്തു എന്ന രക്ഷ നഷ്ടപ്പെടുമ്പോൾ എന്തൊക്കെ നഷ്ടപ്പെടുന്നത്? ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ കൃപ, ദൈവ തേജസ്, ദൈവത്തിന്റെ ശക്തി, അഗ്നി ജ്വാല, എല്ലാം നമുക്ക് എന്തൊക്കെ നമുക്ക് ദൈവത്താൽ ലഭിക്കപ്പെട്ടോ മുഴുവനും നമ്മൾ നഷ്ടപ്പെടുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ ഈ പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം വചനത്തിന്, നമ്മൾ വചനം സംസാരിക്കുമ്പോൾ ഈ പിശാച് അവിടെ കയറുമോ? കയറുമോ? ഇല്ല അല്ലേ? കയറത്തില്ല അല്ലേ? അപ്പോൾ നമുക്ക് അതിന് കയറാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാ കയറുന്നത് അല്ലേ? അപ്പോൾ വചനം നമ്മുടെ ഉള്ളിൽ ആദ്യം ചെയ്യേണ്ടത്, ഒരു പ്രവാചകന്റെ അടുത്ത് നമ്മൾ ആദ്യം പോകേണ്ടത്, ഒരു വ്യക്തി നല്ല കാര്യം, നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കണം, അവരുടെ അനുഗ്രഹം മേടിക്കണം, വീടിൽ ഭവനത്തിൽ നമ്മൾ പ്രാർത്ഥന വെക്കണം, എല്ലാം ശരിയാ. പക്ഷേ ഈ വചനം വിട്ടുള്ള കളി നമുക്ക് വേണ്ട. നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടിയത് സത്യവചനത്തെ പ്രസ്താവിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ മാത്രം മതി. സത്യവചനത്തെ പ്രസ്താവിക്കുന്ന സഭയിൽ ആരാധന മതി. നമുക്ക് ഫേക്ക് വചനത്തെ പ്രസ്താവിക്കുന്ന ഒരു സഭയും ഒരു ആരാധനയും ഒരു കൂട്ടായ്മയും നമുക്ക് വേണ്ട. ഹല്ലേലൂയ. ഒരു സഭയുടെ അകത്ത് വളർച്ച വരുന്നത് സത്യവചനങ്ങൾ പറഞ്ഞു വേണം വ്യക്തി ജീവിതങ്ങൾ വളരുവാൻ. ഹല്ലേലൂയ. അവരെ സത്യജീവിത വചനത്തിൽ മാത്രമേ അവർ ഉറപ്പിക്കാം. ഹല്ലേലൂയ. ഈ സത്യജീവ വചനം നമ്മൾ ഉറപ്പിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആങ്സൈറ്റികൾ വരുമ്പോൾ, ഡിപ്രഷൻ വരുമ്പോൾ, ഒരു പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ വീണു പോകാതെ നിൽക്കുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥന മാത്രമല്ല നമുക്ക് വേണ്ടിയത്, വചനം ധ്യാനം വേണം. ഈ വചനം നമ്മുടെ ഉള്ളിൽ കിടക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളർന്നതിനൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇത് ആത്മാവില്ല എന്നുള്ള കാര്യം തിരിച്ചറിയണം. ഹല്ലേലൂയ. ഈ ദിവസം അപ്പം അവൻ പറഞ്ഞു, ഞാൻ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്, അപ്പം എല്ലാം തരാം, പണം തരാം, പ്രശസ്തി തരാം, എല്ലാം ഞാൻ തരാം, ഓക്കെ, ഭയങ്കര ഫേമസും ആകും, എല്ലാം ആകും എന്ന് പറഞ്ഞു. പക്ഷെ അവസാനം എന്തുവായി? ആ ശക്തി തന്നെ അവൻ്റെ ജീവൻ എടുക്കുവാനിടയായി. നമ്മൾ സേവിക്കുന്ന കർത്താവിന്റെ ആത്മാവ് ജീവൻ എടുക്കുന്നതല്ല, ജീവൻ കൊടുക്കുന്നതാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ജീവൻ കൊടുക്കുവാനാ നമ്മുടെ ദൈവം വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ജീവൻ കൊടുക്കുവാനാ നമ്മുടെ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ പ്രാർത്ഥന എന്ന ആർമർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ വായിക്കണം. അത് വായിക്കുക മാത്രമല്ല, അത് നമ്മൾ ഡിക്ലെയർ ചെയ്യണം യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പവർഫുള്ളാ, ഷാർപ്പാ, പക്ഷേ ഇതിനെ ഡിക്ലെയർ ചെയ്യണം യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ ഈ ദിവസങ്ങളൊക്കെ ഞാൻ ഡിക്ലറേഷൻ ചെയ്താ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ഭവനത്തെ രക്തത്തിൽ മുദ്രയിടുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ നമ്മുടെ തലമുറകളെ കർത്താവിന്റെ രക്തത്തിൽ മുദ്രയിടുമ്പോൾ, അവിടെ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. എവിടൊക്കെ രക്തം ചിതറിയിട്ടുണ്ടോ അവിടൊക്കെ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ വെളിപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഭവനം സേഫ് ആയിരിക്കുന്നെങ്കിൽ അതിനർത്ഥം ദൈവത്തിന്റെ രക്തം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. The blood of Jesus Christ is there in your house in Jesus name, and that's the reason why you are always been protected in Jesus name. Hallelujah. Hallelujah.
ഇവന് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഫൈറ്റ് ചെയ്യുമ്പോഴും പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട്, ഞാൻ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് പിന്നെയും അതിനെ ജയിക്കുവാൻ പറ്റുന്നില്ല, എനിക്ക് എന്തുണ്ട്. ആദ്യം നമ്മൾ വേണ്ടിയത്, ഞാൻ ഇന്നലെ മോനച്ചനങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മോനച്ചനങ്ങളോട് പറഞ്ഞതൊരു കാര്യമുണ്ട്. ആമേൻ. ഏറ്റവും കൂടുതൽ പൈത്തൻ അറിയില്ല, പെരുമ്പാമ്പ് മനുഷ്യന് അല്ലേ. പക്ഷെ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പെരുമ്പാമ്പ് ഏതാന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും മൊബൈലാന്ന് പറയും. ആണോ അല്ലയോ? ഏറ്റവും വലിയ പെരുമ്പാമ്പ് ഇത് തന്നെയാ. നമ്മളെ ചുറ്റി 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 ഇപ്പൊ അവസാനം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വരെ ഇത് എഫക്ട് ചെയ്യുവാൻ തുടങ്ങി. ആമേൻ. നമ്മളെ ചുറ്റുന്ന ചില അന്ധകാരമുണ്ടല്ലോ, അതിനെ ഇന്ന് പകല് ഇളക്കി മാറ്റിക്കണം. ആമേൻ. എടുത്ത് മാറ്റിക്കണം. വേണ്ട, എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്നെ ചുറ്റിക്കളയുവാനും എൻ്റെ പേഴ്സണൽ ലൈഫിൽ, എൻ്റെ ഭൗമ്യമായിട്ടുള്ള ജീവിതത്തിൽ, എൻ്റെ ഫാമിലി ലൈഫിൽ ഇതെന്നെ ചുറ്റി വരുന്ന ശത്രുവിന്റെ അന്ധകാര ശക്തികളുണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ ഇത് നിന്നെ ചുറ്റി വിഴുങ്ങുന്നതിന് മുന്നേ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തില് ഇതിനെ റിലീസ് ചെയ്യണം. യേശുവിന്റെ നാമത്തില്. ആമേൻ. ഈ ദൂത ഞാനും ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ. കാരണം ഇത് ചിലതിനെ വിഴുങ്ങി അവസാനം ഒന്നൊന്നമായിട്ടൊരു വിഴുങ്ങ കഴിയുമ്പോൾ ഇതിന്റെ പിന്നെ പുറത്തു വരാൻ പറ്റാത്ത സാഹചര്യം ആകുമ്പോൾ, ദൈവമായിട്ട് കണക്ഷനുകൾ ഡിസ്കണക്ട് ആയി വരുമ്പോൾ, ദൈവമായിട്ടുള്ള ബന്ധം എന്നേക്കുമായി മുറിച്ചു മാറ്റപ്പെടുമ്പോൾ, നീ ഏകനായി ലോകത്തിൽ യാത്ര ചെയ്യുമ്പോൾ നീ ലോകത്തിൽ നഷ്ടപ്പെടുവാൻ ഇടയാകും. ഓ റബ ശലവ റബ ശലവ റബ. വേണ്ടാത്തൊന്നും നമ്മളെ ചുറ്റുവാൻ ഇന്ന് പകൽ ഇടയാകല്ല. നമ്മുടെ തലമുറ ചുറ്റുവാൻ ഇടയാകല്ല. ആമേൻ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ചുറ്റുവാൻ ഇടയാകല്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വേണ്ടാത്ത ചുറ്റുകളും കൊണ്ടുവന്ന് നിന്നെ തളർത്തി കളയുന്നതും നിന്നെ വിഴുങ്ങിക്കളയുന്ന ചില അന്ധകാര ശക്തി ഇങ്ങനെ നിന്റെ ചുറ്റും നിൽക്കുമ്പോൾ ഇന്ന് പകൽ തിരിച്ചറിഞ്ഞു വേണം ദൈവമക്കളെ പ്രാർത്ഥനയോട്. ആമേൻ. ദൈവം എന്ന ആർമർ, ദൈവം എന്ന ഷീൽഡിന് യേശുവിന്റെ നാമത്തിൽ ധരിച്ചു കൊള്ളണം. ആമേൻ. സമയം അധികമാകുന്നതിന് മുന്നേ ആമേൻ ഇത് ചെയ്തില്ലെങ്കിൽ ഇത് നിന്നെ വിഴുങ്ങിക്കളയുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഇന്ന് പകൽ സഭയോട്, വ്യക്തി ജീവിതങ്ങളോട് ഇടപെടുന്നു. യേശുവിന്റെ നാമത്തില ഇത് വിഴുങ്ങും. ആമേൻ. ഇത് വിഴുങ്ങും. ഹല്ലേലൂയ. വിഴുങ്ങി കഴിയുമ്പോൾ നമ്മൾ അറിയത്തില്ല. ഹല്ലേലൂയ. ഭവനത്തിന്റെ അകത്ത് ഇന്ന് പകൽ തൊട്ട് ആമേൻ ഞങ്ങൾക്കും ഒരു ദൈവം അനുഭവിച്ച തലമുറ തരുവാൻ പോകും. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ തലമുറ ജനിക്കുന്നെങ്കിൽ കർത്താവ് ഇത് പ്രകാരമെങ്കിൽ, കർത്താവ് തരുന്ന ദാനമെങ്കിൽ ആ തലമുറ പിൻകാലത്ത് ദൈവത്തിന്റെ വചനമായി നിൽക്കണം. ആമേൻ. യേശുവിന്റെ നാമത്തിൽ എന്റെ പ്രാർത്ഥന അത് മാത്രമേ ഉള്ളൂ. ആരും അറിയാത്തൊരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷയുടെ കാട്ടി ഇരട്ടി ശുശ്രൂഷ ഞങ്ങളുടെ തലമുറകൾ ചെയ്യണം. അതിൽ ക്യാരിനുണ്ട്, വിവാഹ തലമുറകളുണ്ട്. വരുന്ന എല്ലാവരുടെ തലമുറകളെ ഞാൻ വെച്ച് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാട്ടി അപ്പുറമായി ഞങ്ങളുടെ തലമുറകൾ ചെയ്യണം. വിഴുങ്ങാൻ വരുന്ന അന്ധകാരത്തെ അവരാൽ ജയിക്കപ്പെടണം. ഉറങ്ങി കിടക്കുന്നവന് ഉയർപ്പിക്കുന്ന രീതിയിൽ, ഉണർത്തുന്ന രീതിയിലുള്ള ശുശ്രൂഷകൾ ആമേൻ തലമുറകൾ ചെയ്തെടുത്ത് മതിയാകൂ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ആമേൻ. ജനിക്കുന്ന തലമുറയോട് വചനം പറഞ്ഞു കൊടുക്കണം. ജനിക്കുന്ന തലമുറയോട് ദൈവം ആരെന്ന് പറഞ്ഞു കൊടുക്കണം, ക്രിസ്തു ആരെന്ന് പറഞ്ഞു കൊടുക്കണം. അവരും ദൈവത്തിന്റെ വചന പ്രകാരം വളർത്തണം. യേശുവിന്റെ നാമത്തില്, അധികാരമുള്ള നാമത്തില്. ഹല്ലേലൂയ. 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 അടുത്ത വാക്യം, ബി അലർട്ട് ആൻഡ് പ്രേ ഓൾവേസ്. നമ്മൾ എപ്പോഴും ഈ സ്പിരിച്വൽ വാർഫെയർ ആയിരിക്കുമ്പോൾ എന്തായിരിക്കണം എന്നറിയാമോ? നമ്മൾ എപ്പോഴും അലർട്ട് ആയിരിക്കണം അല്ലേ? ഏത് നിമിഷം വേണമെങ്കിലും ശത്രു നമ്മുടെ ജീവിതത്തിൽ കടന്നു കയറാം അല്ലേ? ഈ പ്രസന്റ് ടൈമിൽ ഞാൻ നോക്കി കഴിയുമ്പോൾ, പ്രസന്റ് ടൈമിൽ ഉദാഹരണം തന്നെ വെച്ച് ഞാൻ പറയാം. ഹല്ലേലൂയ. ഈ പ്രസന്റ് ടൈമിൽ, ഇന്നത്തെ ഈ പ്രസന്റ് ടൈമിൽ എല്ലാവർക്കും ജോലി കൊടുത്ത് അവൻ ബന്ധിക്കുക അല്ലെ? ജോലിയിൽ എൻഗേജ് ചെയ്ത് എങ്ങനെയും അവർ അന്നത്തെ തന്നെ ഇടുവോ? ആന്നല്ലയോ? ഇത് റിയാലിറ്റി അല്ലേ? ഹല്ലേലൂയ. നമുക്ക് പണ്ടത്തെ എക്സാമ്പിൾ വേണ്ട, ഇന്നത്തെ പുതിയ എക്സാമ്പിൾ ഞാൻ തരാം. ഹല്ലേലൂയ. നമുക്ക് 2 ദിവസം അവധി കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം എനിക്ക് ക്ഷീണം, എൻ്റെ ശരീരത്തിന് ബുദ്ധിമുട്ടാണ് അല്ലേ? കാരണം എന്താ?
നമുക്ക് നമ്മുടെ ജോലി നമുക്കറിയാം, ജോലി ചെയ്യുന്ന ആൾ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ശത്രുവിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്തുവാ? ഏറ്റവും വലിയ തന്ത്രം എന്തുവാ? അതിലങ്ങ് ഉൾझाना, उसके अंदर पूरे उलझाने का, अन्नत एंगेज ചെയ്ത് വെച്ചേക്കുക, അതിനെ കൺഫ്യൂസ് ചെയ്ത് ഉൾझाते रहना. उसका काम है कि उलझाते रहो. हालेलुया, ആമേൻ. എല്ലാ ആ വിഷയത്തിൽ അകത്ത് തന്നെ നമ്മളെ അങ്ങ് കിടത്തും. ഹല്ലേലൂയ. ജോലി ഉണ്ടെങ്കിലും ശുശ്രൂഷ ഉണ്ടെങ്കിലും എന്തും ഉണ്ടെങ്കിലും ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, നമ്മുടെ ജീവിതത്തിൽ എന്തുമുണ്ടെങ്കിലും ഒരു അലർട്ട് ആവശ്യമായിരിക്കുന്നു. അലർട്ടായിരിക്കണം. എന്തിന്? കർത്താവേ എനിക്ക് ഓരോ ബോർഡറിൽ നിൽക്കുന്ന സെക്യൂരിറ്റി ഫോഴ്സ് അലർട്ടായില്ലെങ്കിൽ ശത്രുവിൻ്റെ ഏത് നിമിഷം ആക്രമണം ഉണ്ടാകുമ്പോൾ നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ അവിടുത്തെ ബോർഡറിൽ നിൽക്കുന്ന BSF ജവാൻ തൊട്ട് അല്ലെങ്കിൽ നമ്മുടെ CRPF ജവാൻ തൊട്ട് പല ഗവൺമെന്റ് ഓഫീഷ്യൽസ് ആയിട്ടുള്ള മിലിറ്ററി ഫോഴ്സുകൾ, ആർമി ഫോഴ്സുകൾ ഒക്കെ അല്ല ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തോ ആയിരിക്കും. ഹല്ലേലൂയ. അവർ ഉറങ്ങാത്തോണ്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ആത്മീയ ജീവിതത്തിൽ അനേക ദൈവദാസന്മാർ ഉറങ്ങാത്തോണ്ട് ഓരോ കുടുംബങ്ങളെ ദൈവം നിലനിർത്തിയിരിക്കുന്നത്. ആമേൻ. അവരുടെ പ്രാർത്ഥനകൾ ഓരോ കുടുംബങ്ങളെ നിലനിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അവർ ഉറങ്ങി കഴിയുമ്പോൾ അവരുറങ്ങിപ്പോയ അനർത്ഥങ്ങൾ വരും. ഹല്ലേലൂയ. അവർ വെറും ഒരു ദൈവദാസന്മാരല്ല, അവർ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട സോൾജേഴ്സാ. ഹല്ലേലൂയ. കമാൻഡിംഗ് ഓഫീസർ കർത്താവ്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, അവർ ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേക്കപ്പ് ആക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീണു പോകാൻ പ്രതിസന്ധികൾ വരുവാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം, എന്റെ മാതാപിതാക്കളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. എന്നും പ്രാർത്ഥന ജീവിതം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നു. പ്രാർത്ഥനയില്ലാതെ വെളി പോകല്, പ്രാർത്ഥനയില്ലാതെ ഒരു സ്റ്റെപ്പ് എടുക്കല്ല, പ്രാർത്ഥനയില്ലാതെ ഒരു കുടുംബ ജീവിതത്തിൽ പ്രവേശിക്കില്ല, പ്രാർത്ഥനയില്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരുവാൻ പാടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്നത്തെ ഈ ഫൈറ്റില് നമ്മൾ കർത്താവിനോട് പറയും, കർത്താവെ അങ്ങ് എനിക്ക് വേണ്ടി ഒന്ന് ഫൈറ്റ് ചെയ്യണം അല്ലേ. പക്ഷെ നമ്മൾ ഫൈറ്റില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ആയുധം തന്നിട്ടുണ്ട്, നമ്മൾ അതെടുത്ത് ഉപയോഗിക്കാതെ നമ്മൾ എങ്ങനെ ഫൈറ്റ് ചെയ്യാം? നമ്മളെ ഫൈറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ കർത്താവ് എങ്ങനെ ഹെൽപ്പ് ചെയ്യാനാ നമ്മളെ? പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. നമ്മൾ ജയിക്കേണ്ടത് ചിലതിനെ നമ്മൾ ജയിക്കാതെ, നമ്മൾ ചെയ്യേണ്ടത് ചിലത് നമ്മൾ ചെയ്യാതെ കർത്താവ് എങ്ങനെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമോ? ഹല്ലേലൂയ. കർത്താവ് യുദ്ധം ചെയ്യണമെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്യണം. നമ്മൾ ഗീവ് അപ്പ് കൊടുക്കാതിരിക്കുവാണെങ്കിൽ മാത്രമേ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കത്തേ ഉള്ളൂ എന്നുള്ള കാര്യം ഇന്ന് പകൽ മറന്നു പോകല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയുവാ, നമ്മൾ ഒരു വിഷയം വരുവാണെങ്കിൽ എനിക്ക് അതിനെ ജയിക്കാൻ പറ്റത്തില്ല എന്നൊരു കാര്യം ഞാൻ പറയുമ്പോൾ തന്നെ ഞാൻ ഒരു തീരുമാനം എടുക്കും. എന്ത് തീരുമാനം എടുക്കുന്നത്? ഇന്ന് പകൽ തൊട്ട് ഈ സമയം തൊട്ട് ഈ ഞായറാഴ്ചത്തെ ഈ സമയം തൊട്ട് ഞാൻ അതിന് തീരുമാനം എടുത്തിരിക്കുന്നു, ഞാൻ അത് ചെയ്യത്തില്ല എന്ന് തീരുമാനം എടുക്കേണ്ടത് ജോലി ആരുടെ? എന്റെ അല്ലേ? എന്നാൽ മാത്രമേ എനിക്ക് അതിനെ ജയിക്കുവാൻ പറ്റുകയുള്ളൂ. ടെംപ്ടേഷൻ വരുമ്പോഴും എനിക്ക് അതിനെ ജയിക്കുവാനുള്ള കൃപ വരുന്നത് മനുഷ്യരിന്നല്ല, എന്നെ വിളിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് എനിക്ക് കൃപ ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ എനിക്ക് അതിനെ ജയിക്കുവാൻ പറ്റും. ഹല്ലേലൂയ. പിശാച് കൊണ്ടുവരുന്ന രണ്ടാമത്തെ കാര്യം ഈ സ്പിരിച്വൽ വാർ കുടുംബങ്ങളുടെ അകത്ത് സമാധാനം കൊണ്ടുവരത്തില്ല. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് സമാധാനം കൊണ്ടുവരത്തില്ല, ജോലി മേഖലയിൽ സമാധാനം കൊണ്ടുവരത്തില്ല, നമ്മുടെ വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരത്തില്ല. ഈ സമാധാനം കൊണ്ടുവരാതിരിക്കുന്നത് പ്രാർത്ഥന കുറയുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥന കുറയാൻ പാടില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു നിമിഷമെങ്കിലും ഒരു കുടുംബ പ്രാർത്ഥനകൾ ചെയ്യണം. നമ്മളിപ്പോൾ കുടുംബ പ്രാർത്ഥന മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം. ആമേൻ. നമ്മൾ എന്താ പറയണം? നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ പ്രാർത്ഥന ചെയ്തേ മതിയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ വിഷയം എല്ലാ മാതാപിതാക്കളും അതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ? ഹല്ലേലൂയ. അല്ലേ? എനിക്കറിയാം. ആമേൻ.
അതുകൊണ്ട് ഞാൻ ഉൾപ്പെടെ പറയാ, നിങ്ങളുടെ തലമുറ ആരും നശിച്ചു പോയിട്ടില്ല. നിങ്ങളുടെ തലമുറ എന്നും ഇവിടെ നിൽപ്പുണ്ട്. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമ്മൾ ഈ കുടുംബമായോണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളൊക്കെ എൻ്റെ ആന്റിയും മംഗളും മാത്രമല്ല, ഒരു മാതാപിതാക്കൾ പോലെ ഒരു ദർജയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞങ്ങൾ ഇവിടെ നശിക്കാതെ നിൽക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ പ്രാർത്ഥനയും കൃപയാണ്. ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥന എന്തുവാ? കമ്മ്യൂണിക്കേഷനാ, കർത്താവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഈ പ്രാർത്ഥന എന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യുവാൻ പറ്റുകയില്ല. പ്രാർത്ഥന എന്തിന്? നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ മേലെ പ്രൊട്ടക്ഷനാ. പ്രാർത്ഥന എന്തുവാ? കുടുംബത്തിന്റെ മേലെ പ്രൊട്ടക്ഷനാ, തലമുറയുടെ മേലെ പ്രൊട്ടക്ഷനാ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രൊട്ടക്ഷനാ. ഈ പ്രാർത്ഥന ഇല്ലെങ്കിൽ നമ്മൾ പരാജയമാണ്. ഹല്ലേലൂയ. Amen. Praying always with all prayer and supplication in the spirit. Amen. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 22 വാക്യം 40 വാക്യം ഇങ്ങനെ പറയുന്നു. Pray that ye enter. ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 22:40 വാക്യം വായിച്ചാട്ടെ. 22:40 പറയുന്നത് പ്രാർത്ഥന. ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കൂ. അപ്പോൾ എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ വേണ്ടിയാ. ഈ പരീക്ഷ കർത്താവ് തരുന്ന പരീക്ഷ അല്ല പറയുന്നത്. ഇത് പറയുന്നത് അന്ധകാര ശക്തികളുടെ പരീക്ഷകളെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. ഈ പരീക്ഷയിൽ അകപ്പെട്ടു പോകുമെന്ന് വ്യക്തമായിട്ട് ആർക്കറിയാം? കർത്താവിനറിയാം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി നിങ്ങൾ ഉണർന്നു നിന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പരീക്ഷയിൽ അകപ്പെട്ടു പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കാത്തൊരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മളെ പിൻവലിക്കുന്ന ഒരു അനുഭവമുണ്ട്. നമ്മുടെ പിന്മാറ്റത്തിന്റെ അനുഭവം, പിൻവലിക്കുന്ന അനുഭവത്തെ മാറ്റി നമ്മുടെ പ്രാർത്ഥന ഒന്ന് പുതുക്കുവാൻ തയ്യാറെങ്കിൽ, പ്രാർത്ഥന എന്ന ശക്തിയെ പുതുക്കുവാൻ തയ്യാറെങ്കിൽ, നമ്മൾ പലപ്പോഴും ടെംപ്ടേഷനിൽ വീണു പോകുവാൻ നമ്മളെ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. നമുക്ക് ബാക്ക് സ്ലൈഡിങ് വരുന്നെങ്കിൽ, നമ്മൾ ബാക്ക് ഔട്ട് ചെയ്യുന്നെങ്കിൽ, നമുക്ക് ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥന ഇല്ലാതെങ്കിൽ, ഇതൊക്കെ കാരണം എന്താണെന്നറിയാമോ? ആരാധനയ്ക്ക് ആരാധന വെളിപ്പെടാതിരിക്കുന്ന, ആരാധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതൊക്കെ കാരണം എന്തെന്നറിയാമോ? പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോയി. ഹല്ലേലൂയ. ഞാൻ പറയാമോ? ആമേൻ. പ്രാർത്ഥന എവിടെ കുറയുന്നുണ്ട് അവിടെ പൈശാച ശക്തി പ്രവേശിക്കും. ആമേൻ. അറിയാതെ പ്രവേശിക്കും. ഹല്ലേലൂയ. അവന് വലിയ സ്ഥലമൊന്നും വേണ്ട, അവന് ചെറിയ സ്ഥലം മതി. ഹല്ലേലൂയ. അവന് എവിടെ സ്ഥലം ഒരുക്കി കൊടുക്കുന്നു അവിടെ അവൻ പ്രവേശിക്കും. കാരണം എന്താണെന്നറിയാമോ? ഇവന്റെ പരീക്ഷ കാര്യങ്ങളാ, ആങ്സൈറ്റി, ഡിപ്രഷൻ, പല പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗപീഡനങ്ങൾ, പല വാക്കുകൾ, വേണ്ടാത്ത വാക്കുകൾ, നമ്മുടെ കൂട്ടുകാരെ, ചാർച്ചക്കാരിൽ കൂടെ പ്രവർത്തിക്കപ്പെടുന്ന ഒരു പൈശാച ശക്തി. ലോകത്തിന്റെ മോഹങ്ങൾ കൊണ്ടുവരും. അതും ടെംപ്ടേഷൻ. ഹല്ലേലൂയ. അപ്പൊ ലോകത്തിന്റെ പരീക്ഷയിൽ വീണു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഉണർന്നു നിന്ന് പ്രാർത്ഥിക്കണം. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഉറങ്ങി പോകുന്ന അനുഭവങ്ങളെ മാറ്റി ഒന്ന് ഉണരേണ്ട അനുഭവങ്ങളായിരിക്കുന്നു. ഇന്ന് പകൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ, ഉണർന്ന് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നെങ്കിൽ, ആമേൻ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ശക്തിയോടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ കരുതൽ നമ്മുടെ മേലുണ്ടാകും തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ അടുത്ത വാക്യം 1 തെസ്സലോനിയൻസ് 5:17 വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1 തെസ്സലോനിയ ലേഖനം അതിന്റെ 5:17 വാക്യം ഒന്ന് വായിച്ചാട്ടെ. എപ്പോഴും സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എത്ര സാഹചര്യമുള്ളെങ്കിലും അതിനും സ്തോത്രം ചെയ്തോണം.
പറഞ്ഞു മനസ്സിലായോ? ഹല്ലേലൂയ. ഈ സ്തോത്രം വെളിപ്പെടുമ്പോൾ ഈ അന്ധകാരത്തിന് നമ്മളെ വശീകരിക്കാൻ പറ്റുകയില്ല. മനസ്സിലായോ? നമ്മുടെ സാഹചര്യത്തിൽ, ദൈവം തന്നിരിക്കുന്ന സാഹചര്യത്തിൽ, കർത്താവ് തന്ന് നമ്മൾ ആക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ സ്തോത്രം പറയണം. അതിനർത്ഥം നന്ദിയുള്ളവരായിരിക്കണം. ഭവനം ഒരു 1 BHK ഉള്ള ഭവനമെങ്കിൽ അതിന് നന്ദിയുള്ളവരായിരിക്കണം. ഒരു സ്കൂട്ടി ഉണ്ടെങ്കിൽ അതിന് നന്ദിയുള്ളവരായിരിക്കണം. ശുശ്രൂഷ ഉണ്ടെങ്കിൽ അതിന് നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്തു കാര്യങ്ങളുണ്ടായാലും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. എന്നാൽ മാത്രമേ നമുക്ക് എപ്പോഴും സന്തോഷിച്ചിരിക്കുവാൻ പറ്റത്തുള്ളൂ. നമുക്ക് സന്തോഷിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ എല്ലാത്തിനും സ്തോത്രം പറയുന്നവരായിരിക്കണം, നന്ദിയുള്ളവരായിരിക്കണം. പക്ഷേ ഇന്ന് ഈ ഒരു പ്രസന്റ് ടൈമിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ലാത്ത ഒരു കാരണം എന്തെന്നറിയാമോ? ഏറ്റവും വലിയ കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കല്യാണത്തിന്റെ സമയത്ത് ഒന്ന് പറഞ്ഞു കൊടുക്കണം, അവരോട് പറയണം, നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതത്തെ കണ്ട് കമ്പയർ ചെയ്യാൻ പോലെന്നാ. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? അവർക്ക് വീടുണ്ട്, അയ്യോ എനിക്കും കർത്താവ് എനിക്കും അതുപോലെ ഒരു വീട് വേണം. അത്രയും വീടല്ല, എനിക്ക് അതിന് ഇരട്ടിയായിട്ടുള്ള വീട് വേണം. ഹല്ലേലൂയ. അവർക്ക് ഐഫോൺ ഉണ്ട്, എനിക്ക് അതിനെക്കാട്ടി വലിയ ഐഫോൺ വേണം. ആമേ. ഇത് കമ്പാരിസൺ കൊണ്ടുവന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ പൈശാചിക ശക്തി പോരാടുക. ഹല്ലേലൂയ. നിങ്ങൾ അറിയാത്ത ഒരു കാര്യമുണ്ട്, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പണം ആമേൻ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു അനുഭവം നമ്മുടെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയാം എങ്ങനെന്നുള്ള കാര്യം ഞാൻ പറയാം. EMI സിസ്റ്റം ഉണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഹല്ലേലൂയ. EMI സിസ്റ്റം ഉണ്ടെങ്കിൽ ഏത് സാധനം പോയി ഞാൻ എടുത്താലും എനിക്ക് EMI ലോണിൽ എനിക്ക് ഏത് സാധനം കിട്ടുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പറയുന്ന ഒരു വചനത്തിൽ, നിന്റെ കയ്യിലെ അധ്വാന ഫലം നീ തന്നെ അനുഭവിക്കുമോ, അത് ലോകം അനുഭവിക്കുവാൻ പാടില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയാമോ, ദൈവം തന്നിരിക്കുന്നതിനകത്ത് അതിൽ സന്തോഷിച്ചോണം. ഹല്ലേലൂയ. ദൈവം തന്നിരിക്കുന്നതിനകത്ത് നമ്മൾ തൃപ്തിപ്പെട്ടോണം. കാരണം ദൈവം തരുന്നത് മറ്റുള്ളവരുമായിട്ട് നോക്കി കഴിയുമ്പോൾ നമുക്കൊന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് ദൈവം നമ്മളെ കരുതിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യണം. എൻ്റെ കയ്യിൽ ഒരു 1 BHK ഭവനം ഉണ്ടെങ്കിൽ ഞാൻ അതിന് സ്തോത്രം ചെയ്യണം. ഒരു സ്കൂട്ടി ഉണ്ടെങ്കിൽ അതിന് ഞാൻ സ്തോത്രം ചെയ്യണം. എനിക്ക് ഇത്രയും മാത്രമുള്ളൂ, അതിന് ഞാൻ സ്തോത്രം ചെയ്യണം. ഞാൻ എന്തിന് സ്തോത്രം ചെയ്യണം? അന്ന് എൻ്റെ അവസ്ഥകളെ ദൈവം മാറ്റി തരും തന്നെ ചെയ്യും. പൈശാചിക ശക്തികളുടെ ചിന്തകളോ പൈശാചിക മണ്ഡലങ്ങളോ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ പറ്റുകയില്ല എന്നുള്ള കാര്യം ഇന്ന് പകൽ നമ്മൾ മറന്നു പോകല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചെറിയ കാര്യമായ വലിയ കാര്യങ്ങളായാലും അതിൽ സന്തോഷിക്കുക, അതിൽ സന്തോഷിക്കുക. പാർക്കാൻ ഒരു ഭവനം തന്നില്ല, സന്തോഷിക്കുക. പ്രാർത്ഥിക്കാൻ ഒരു ആലയം തന്നില്ല, സന്തോഷിക്കുക. ഇത്രയും ഇവിടെ കടന്നു വരാൻ വന്നില്ല, സന്തോഷിക്കുക. നമ്മൾ ശുശ്രൂഷിക്കുവാൻ ദിവസം സന്തോഷിക്കുക. ജീവനോടെ നിർത്തില്ലേ, സന്തോഷിക്കുക. ഒന്നിനും പരാതിപ്പെടാതെ നീ കർത്താവിന്റെ സ്തോത്രത്തോടെ ആയിരിക്കുന്നെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്നുള്ള കാര്യം നമ്മൾ ഇന്ന് പകൽ മറന്നു പോകല്ല. ആമേ. സ്തോത്രത്തോടെ ദൈവസ്വനിൽ കടന്നു വരണം. സ്തോത്രത്തോടെ നമ്മൾ ആയിരിക്കണം. പ്രാർത്ഥന എന്ന സ്തോത്രം നമ്മൾ ഇന്ന് ഉയരപ്പെടണം. Victory is already won, but you must stand. Amen. അവസാനത്തെ ഒരു കാര്യം Colossians chapter 2 verse 15 ഒന്ന് വാക്യോട് വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷകൾ ഹല്ലേലൂയ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. Colossians chapter 2 verse 15 ഒന്ന് വായിച്ചിട്ട് ക്രൂശിൽ അതിന്റെ മേളിൽ ജയോത്സവം കൊണ്ടാടി അവര് പരസ്യമായ കാഴ്ചയായി. നമുക്ക് ജയം ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അല്ലേ? അന്നല്ലയോ നമുക്ക് ദൈവം കർത്താവ് ജയം തന്നിട്ടില്ലേ? കർത്താവിന്റെ ക്രൂസിഫിക്ഷനിൽ കൂടെ ജയം തന്ന കർത്താവ്. ഹല്ലേലൂയ. നീ ജയത്തിന്റെ പുറകിൽ ഓടണ്ട. ജയം ഓൾറെഡി നമുക്ക് ലഭിച്ചതാ. അതിൽ നിന്നാൽ മാത്രം മതി, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. റോമാലേഖനം 8:37 വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. റോമാലേഖനം 8 Romans chapter 8 verse 37 വാക്യം വായിച്ചിട്ട്, നാമോ നമ്മെ സ്നേഹിച്ച മുഖാന്തരം ഇതിനൊക്കെ പൂർണ്ണ ജയം
പ്രാപിക്കണം. ഹല്ലേലൂയ. നാമോ നമ്മെ സ്നേഹിച്ച ആ കർത്താവ് മുഖാന്തരം പൂർണ്ണ ജയം പ്രാപിക്കണം. അധൂര ആമേൻ ഹാഫായിട്ടുള്ള ജയമല്ല കർത്താവ് വചനം ഉദ്ദേശിക്കുന്നത്, പൂർണ്ണ ജയം. അഥവാ അതിന്റെ അർത്ഥം പൂർണ്ണ അധികാരമുള്ള ജയം. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായിട്ടുള്ള ജയം, എന്നേക്കുമായുള്ള ജയം കർത്താവ് നമുക്ക് ഓൾറെഡി ജയം തന്നിട്ടുണ്ട്. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി പോലെ കർത്താവിൽ കൂടെ അവൻ തന്റെ പുത്രനിൽ കൂടെ നമുക്ക് വേണ്ടി ജയം തന്ന ആ കർത്താവ് നിന്നും ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ബാറ്റിൽസ് വരുമ്പോൾ നമ്മൾ ഗീവ് അപ്പ് ചെയ്യുവാൻ പാടില്ല. ആമേൻ. ജെയിംസിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ 4:7 വാക്യം ഇങ്ങനെ പറയുന്നു, ആമേൻ, റെസിസ്റ്റ് ദി ഡെവിൾ ആൻഡ് വിൽ ഫ്ലീ. ആമേൻ. പൈശാച ശക്തിയെ നമ്മൾ റെസിസ്റ്റ് ചെയ്യണം, അവന്റെ തന്ത്രങ്ങൾ റെസിസ്റ്റ് ചെയ്യണം. അവനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ദൈവവചനം നമ്മളിൽ ഉണ്ടായിരിക്കണം. അവനെ റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ കർത്താവിന്റെ ആർമർ നമ്മൾ ധരിക്കണം. ആമേൻ. കർത്താവിന്റെ ഷീൽഡിനെ നമ്മൾ ധരിക്കണം. ആമേൻ. ഹെൽമെറ്റ് എന്ന സാൽവേഷനെ ധരിക്കണമെങ്കിൽ മാത്രമേ, പ്രാർത്ഥന എന്ന ഷീൽഡ് നമ്മൾ ധരിക്കണമെങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് ജയിക്കുവാൻ പറ്റുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ പ്രാർത്ഥനയും ആരാധനയും എന്ന ഷീൽഡ്, കർത്താവിന്റെ ഷീൽഡ് നമ്മളിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകല് ഒരു കാര്യം നമ്മൾ മറന്നു പോകല, ജയം നമുക്കുള്ളതാ. ആമേൻ. ജയം നമുക്കുള്ളതാ. നിന്റെ വാക്കിന്റെ മുന്നിൽ ആമേൻ സകല അന്ധകാര ശക്തികള് വിട്ടുപോകുക തന്നെ ചെയ്യും. ആമേൻ. ബന്ധനങ്ങൾ അഴിഞ്ഞു മാറി തന്നെ ചെയ്യും. അതിന് നിൽക്കുവാൻ പറ്റാത്ത രീതിയിൽ ദൈവശക്തി വ്യാപരിക്കപ്പെടുക തന്നെ ചെയ്യും. Let us say, resist the devil. Amen. Let us resist the devil in Jesus' name. പൈശാച ശക്തി റെസിസ്റ്റ് ചെയ്യാം. Hallelujah. A spiritual battle. The spiritual battle is a constant, but so in God's power. As believers, നമ്മൾ വിശ്വാസികളാകുന്നെങ്കിൽ നമ്മൾ ഈ ബാറ്റിൽഷിപ്പിൽ നമ്മളായിരിക്കുമ്പോൾ, ഈ സ്പിരിച്വൽ വാർഫെയർ ആയിരിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യം വിജിലന്റ് ആയിരിക്കണം, ആർമഡ് ആയിരിക്കണം, പിന്നെ റൂട്ടഡ് ഇൻ ഗോഡ്സ് ട്രൂത്ത്. നമ്മുടെ ശത്രു നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ശത്രു നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എങ്ങനെ വരാം? ഒരു ഫ്ലഡ് പോലെ കടന്നു വരാം. പക്ഷേ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ആത്മാവ് നമ്മളിൽ വ്യാപരിക്കുന്നെങ്കിൽ അതിനെതിരായി നമുക്ക് എന്നിട്ട് നിന്ന് അതിന് യുദ്ധം ചെയ്യുവാൻ പറ്റുന്ന ചെയ്യുക. ഈ ദിവസങ്ങളിൽ നമ്മളെ ദൈവത്തിന്റെ വചനത്താൽ, പ്രാർത്ഥനയാൽ നമ്മളെ മുന്നോട്ട് യാത്ര ചെയ്യാം. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 59-ന്റെ അർത്ഥം ഒന്നേ കാര്യമുള്ളൂ. ആമേൻ. റിഫ്ലക്ട് ഓൺ ദി ഏരിയാസ് ഇൻ യുവർ ലൈഫ് വേർ ദി എനിമി ഈസ് അറ്റാക്കിംഗ്. ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഏത് ഏരിയയില പൈശാച ശക്തി നമ്മൾ അറ്റാക്ക് ചെയ്യുന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് റിപ്പീറ്റ് ചെയ്യണം. എവിടെ? നമ്മുടെ ഈ വീക്ക്നെസ് ആൻഡ് കോംപ്രമൈസ് ചെയ്യുന്ന ഏരിയയിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അതിനർത്ഥം എങ്ങും പൈശാച ശക്തിയുമായിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യുവാൻ പാടില്ല എന്നുള്ള കാര്യം മറന്നു പോകല. വചനത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല, പ്രാർത്ഥനയിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ദൈവത്തിന്റെ ഒരു വിഷയത്തിലും ദൈവത്തിന്റെ ആത്മാവുമായിട്ട് ഒരു കോംപ്രമൈസും ആരും ചെയ്യല എന്നുള്ള കാര്യം ഇന്ന് പകൽ മറന്നു പോകല. ഹല്ലേലൂയ. ആമേൻ. മൂന്നാമത്തെ കാര്യം, resist the enemy daily by wearing a spiritual armor. എങ്ങനെ ശത്രുവിനെ നമുക്ക് എതിർത്ത് നിൽക്കാൻ പറ്റുമോ? ദൈവം എന്ന ആർമർ, സ്പിരിച്വൽ ആർമർ നമ്മൾ ധരിച്ചുകൊള്ളണം. ആമേൻ. ആമേൻ. അടുത്ത നാലാമത്തെ കാര്യം, reinforce your life through prayer, word and faith. നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം? പ്രാർത്ഥനയാൽ, വാക്കുകളാൽ, വിശ്വാസത്താൽ നമ്മുടെ ജീവിതം ആയിരിക്കണം എന്നുള്ള കാര്യം മറന്നു പോകല. ഹല്ലേലൂയ. 4 കാര്യങ്ങൾ ആമേൻ പറയുവാനിടയായി. ആദ്യം നമ്മുടെ ജീവിതത്തിൽ ശത്രു എവിടെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി അവിടെ നമ്മൾ പ്രവർത്തിക്കുവാൻ തുടങ്ങണം. അടുത്തത് ഏത് ഏരിയയില നമ്മുടെ വീക്ക്നെസ് ഉള്ളത് അല്ലെങ്കിൽ കോംപ്രമൈസിങ് നടക്കുന്നത്, ആ ഏരിയയിൽ നമ്മൾ മാനസാന്തരപ്പെട്ട് അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നമ്മൾ മടങ്ങി വരണം. ആമേൻ. മൂന്നാമത്തെ കാര്യം, പൈശാച ശക്തിയുമായിട്ട് എതിർത്ത് നിന്നോണം. ഹല്ലേലൂയ. നാലാമത്തെ കാര്യം, ദൈവത്തിന്റെ പ്രാർത്ഥനയാൽ, വചനത്താൽ, വിശ്വാസത്താൽ നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ. ഈ വചനത്താൽ
ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇന്ന് പകല് ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാമ, നമ്മൾ ജനിച്ചത് പരാജയപ്പെടുവാനല്ല, ചിലതിനെ കീഴടക്കുവാനാ. ഹല്ലേലൂയ. ചിലതിനെ ജയിക്കുവാനാ. യേശുവിന്റെ നാമത്തിൽ നമുക്ക് കഴിവില്ലെങ്കിലും നമ്മൾ പറയണ പരിശുദ്ധാത്മാവാൽ എനിക്ക് ചിലതിനെ ജയിക്കുവാൻ പറ്റുന്ന. ആമേൻ. ഇല്ല വാഴ്ചകളും അധികാരങ്ങളും എന്റെ ഭവനത്തിലോ എന്റെ തലമുറകളുടെ ഭാവിയുടെ ബന്ധത്തിലോ ഒന്നും പോരാടുവാൻ ദൈവം അനുവദിക്കത്തില്ല എന്നുള്ള കാര്യം നമ്മൾ വിശ്വസിക്കണം. യേശുവിന്റെ നാമത്തിൽ നീ ജനിച്ചത് ആമേൻ മരിക്കുവാൻ നീ ജനിച്ചത് ആമേൻ ചിലതിനെ ഉണർത്തുവാൻ വേണ്ടിയാ. നീ ജനിച്ചത് ചിലതിന് മുന്നിൽ ദൈവ സാക്ഷിയായി നിൽക്കുവാൻ വേണ്ടിയാ. നീ ജനിച്ചത് ചിലതിനെ കീഴടക്കുവാനാ. യേശുവിന്റെ നാമത്തില് ഈ ദൂത് എത്ര പേർക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്? നിന്റെ ജനനം ചിലതിനെ കീഴടക്കുവാനാ. നിന്റെ ശുശ്രൂഷ ചിലതിനെ കീഴടക്കുവാനാ. ഓ, ചില രാജ്യങ്ങൾ പട്ടണങ്ങൾ നിന്നിൽ കൂടെ ദൈവം പിടിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അന്ധകാരത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്ന ചില രാജ്യങ്ങൾ ദൈവം ചില ദാസന്മാരെ എടുത്തു വെച്ച് അവന്റെ കരങ്ങളിൽ വിടുവിക്കുവാൻ വരുന്നാൾ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, അധികാരമുള്ളവന്റെ നാമത്തില്. ഹല്ലേലൂയ. ആമേൻ. ചില രാജ്യങ്ങൾ ദൈവത്തിന് വിടുവിച്ചെടുക്കുവാനുണ്ട്. ഹല്ലേലൂയ. നോഹയെ ദൈവമായി, ആമേൻ, ജോനെ ദൈവം അയച്ചത് നിന്നുവയിലായെങ്കിൽ അവിടെ വിടുതലിന് വേണ്ടി ഇവിടുന്ന് ചിലവരെ ദൈവം അയക്കാൻ പോവുക. ചില രാജ്യത്തിന്റെ വിടുതലിന് വേണ്ടി, ചില രാജ്യത്തിന്റെ ഉയർത്തിന് വേണ്ടി, ആമേൻ, ചില രാജ്യത്തിന്റെ ആമേൻ ബന്ധനങ്ങൾ അറിയപ്പെടുവാൻ വേണ്ടി ഇവിടുന്ന് ചിലവരെ ദൈവ ശുശ്രൂഷയുമായി ദൈവം ചില രാജ്യങ്ങൾ അയക്കാൻ പോകുന്ന നാളുകൾ മുന്നിലുണ്ടെന്നുള്ള കാര്യം ഇതിപ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന. ചിലവരെ ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചില രാജ്യങ്ങൾ തെരഞ്ഞെടുത്ത് ഞാൻ അവരെ അയക്കാൻ പോകുന്ന നാളുകൾ മുന്നിലുണ്ട്. യേശുവിന്റെ നാമത്തിൽ എത്രവർക്ക് ആലോചനകൾ ദൂതുകൾ ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്? ഏറ്റെടുത്തോണം. ആമേൻ. തലമുറകളുടെ മേളിൽ ഏറ്റെടുത്തോണം. നിങ്ങളുടെ മേളിൽ ഏറ്റെടുത്തോണം. യേശു ചില ശുശ്രൂഷക ബന്ധത്തില്ല ചില രാജ്യങ്ങളുടെ വിടുതലിന് വേണ്ടി, ചില രാജ്യങ്ങളുടെ വിടുതലിന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ ഇങ്ങനെ തന്നെ വെളിപ്പെടുന്നത്, ഇങ്ങനെ തന്നെ വെളിപ്പെടുന്ന ചില രാജ്യത്തിന്റെ വിടുതലിന് വേണ്ടി ചില തലമുറകളെ ദൈവം അയക്കാൻ പോകുക. യേശുവിന്റെ നാമത്തില്ല, യേശുവിന്റെ നാമത്തില്ല. നമുക്കെല്ലാം